ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ ഇന്നലെ എടുത്ത റൂമിന്റെ ഉള്ളിലാണ്. ഗൈസ് നോക്കൂ, നല്ല റൂം, ഞങ്ങൾക്ക് നന്നായിട്ട് ഗൈസ് നോക്കൂ, ഇന്നലെ സത്യം പറഞ്ഞ ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി കറക്റ്റ് പറയല്ലെന്ന് ഗൈസ് നോക്കൂ, ഇന്നലെ രാത്രി കൃത്യം 12 മണിയായപ്പോൾ മൈക്കിൾ കാർച്ച് തുടങ്ങിയതാണ്. ഈ കാണുന്ന ടൗൺ മൊത്തം ഹോസ്പിറ്റലിൽ പോയി. എന്നിട്ട് ഒറ്റ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇല്ലായിരുന്നു. അപ്പം ഞാനും അമ്മയും അപ്പനും അഭിരാമിയും കൊച്ചും കൂടെയാണ് ആദ്യം വണ്ടി കയറിയത്. ലിവിൻ അത് കഴിഞ്ഞ് പുറകെ വന്നു. ലിവിനെ പട്ടി ഓടിച്ചു. ലിവിൻ ഹോട്ടലിൽ കയറി. അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ. ഇന്ന് എന്തായാലും നമ്മൾ കൊടൈക്കനാലിന് പോവുകയാണ്. എൻ്റെ അമ്മേ, ഗുസ്തി എന്ന് പറഞ്ഞുണ്ടല്ലോ, വമ്പം ഗുസ്തി ആയിരുന്നു ഇന്നലെയൊക്കെ. പേടിപ്പിക്കുക അപ്പനെ പേടിപ്പിക്കുക. എൻ്റെ പൊന്നെ, ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ റൂമിൽ നിന്ന് തിരിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ് ബാഗിലേക്ക്. ഇന്നലെ എന്റെ മൈക്കിന്റെ ഒരു സാധനം കാണാതെ പോയിട്ട് പുള്ളിക്കാരൻ അവസാനം തന്നു കേട്ടോ. അല്ലായിരുന്നു നമ്മൾ വീണ്ടും 15,000 മുടക്കേണ്ട. ഗൈസ് നോക്ക്, ലാസ്റ്റ് അപ്പുറത്തെ റൂമിൽ, അതായത് നമ്മളെ ഇന്നലെ എടുത്ത റൂം ഇതല്ലായിരുന്നു കേട്ടോ, വേറെ റൂം. നമ്മുടെ ഭയങ്കര കൊതുകും AC ഒന്നും ഇല്ലായിരുന്നു. കൊതുകടിയും AC ഇല്ലാത്ത വീണ്ടും ഇങ്ങോട്ട് റൂം മാറ്റി തന്നു. ഇവിടെ വെച്ചാൽ കടുത്ത AC ഇല്ലായ്മ, കടുത്ത കൊതുകില്ലായ്മ വീണ്ടും കൂടി. ഗൈസ് നോക്ക്, ഇങ്ങോട്ടേക്ക്. ഇതെന്നാണ്? ബ്യൂട്ടിഫുൾ ആയിരിക്കും. വാ പോവാ ഇറങ്ങ, സാധനങ്ങൾ എടുക്കുക. വാ, ഇല്ല നമ്മൾ പരിപാടിയൊക്കെ താമസിക്കും. ഇന്ന് 5 മണിക്ക് വെളുപ്പിനെ പോകണമെന്ന് പ്ലാൻ ചെയ്തതാണ്. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോ ഇപ്പൊ സമയം 9 മണിയായിട്ടോ. അത്ര സമയം ലേറ്റ് ആയി. പപ്പേ പോവാൻ, പപ്പേ പാലുവിനെ പോവാണ്. വാ മൈക്കിളെ, വാ മൈക്കിളിങ് വാ. മൈക്കിളെ നീ രാവിലെ പാടിയ പാട്ട് ഏതായിരുന്നു? എന്തിനാ? ഏതായിരുന്നു? ഞാൻ ഓർക്കുന്നില്ലടാ. അല്ല, എന്റെ കൈയുടെ നഖം തട്ടി. അതാ ഞങ്ങളുടെ റൂം ഇതായിരുന്നു കേട്ടോ. 205 അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ല. 2,500 രൂപയ്ക്ക് 5 പേർക്ക് അടിപൊളിയാണ്. മൈക്കിൾ കേട്ടോ, പാട്ടുകാരൻ സ്റ്റൈലൊക്കെ നോക്കിയേ. മൈക്കിൾ എല്ലാവർക്കും ടാറ്റ എടുത്ത് മൈക്കിൾ പോയിട്ടോ. ബാലുവി ഞങ്ങൾ എല്ലാം ഇറങ്ങി. അഭിരാമി ഇറങ്ങി, അപ്പൻ ഇറങ്ങി, മൈക്കിൾ പോയി, സിസിലി പോയി, ലിബിൻ പോയി. ഗൈസ് ഓരോരുത്തരോരോരുത്തർ പോവാ. അതിന്റെ ബേക്ക് ഞാനും പോവാട്ടോ. ഞങ്ങൾ ഇതിന്റെ റിസപ്ഷൻ താക്കോലിന് സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തു. ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. എന്നടി ഇവിടെ ഭയങ്കര പൊടിയാട്ടോ. എൻ്റെ വണ്ടി ഫുൾ ഇന്നലെ പൊടി കയറി കേട്ടോ. ഭയങ്കരം പൊടിക്കാറ്റെന്ന് വെച്ചാൽ ഭയങ്കരം പൊടിക്കാറ്റ്. നോക്കിയാ വണ്ടിയുടെ അവസ്ഥ നോക്കിയാലോ പിന്നെ. എന്റെ ദൈവം, ഇതന്നെ ഇത്രയധികം ചെളി. ഗൈസ് നോക്കിയാ വണ്ടിയുടെ അവസ്ഥ നോക്കിയാ, വണ്ടി ഫുള്ള് പൊടി കയറിട്ടോ. ഇനി ഏതെങ്കിലും സർവീസ് സ്റ്റേഷൻ കിട്ടണോ കഴുകാം. അഭിരാമി, ഏതെങ്കിലും സർവീസ് സ്റ്റേഷൻ കിട്ടണോ നമുക്ക് അലക്കാടി, അലക്കാനോ സർവീസ് സ്റ്റേഷൻ കിട്ടി നമുക്ക് വണ്ടി വാഷ് ചെയ്താക്കാം കേട്ടോ. നമുക്ക് നേരെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം കേട്ടോ. ഞങ്ങളുടെ ഒരു യാത്രയിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു എക്സ്പീരിയൻസ്. ഞാൻ നിന്നെ ഇന്നലെ ഓടിച്ച പട്ടി ആണോ? അതന്നെ ആണോ? ഈ യാത്രയാണ് ഇച്ചും കൂടെ നല്ലത്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ലാത്ത സ്ഥലം കിടക്കുന്നതെന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ് അല്ലേ? നോക്കൂ, അതായത് ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. വണ്ടിയിൽ നിന്ന് സാധനം എടുത്തോണ്ട് പോകുന്നു, ഹോട്ടലിൽ വെക്കുന്നു, അവിടെ നിന്ന് തിരിച്ച് ഇതേപോലെ വെക്കുന്നു, പിന്നെ അങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു, അങ്ങനെയുള്ള പരിപാടികൾ. ഇനിയിപ്പം ഞങ്ങളുടെ എല്ലാം കയ്യിലെ സാധനങ്ങൾ ഇവിടെ സേഫായിട്ട് വെച്ചിട്ട് വേണം നമുക്ക് വണ്ടി എടുത്ത് നമ്മുടെ അടുത്ത ലക്ഷ്യത്തായിട്ട് പോകാൻ വേണ്ടി. ഗൈസ് നോക്കൂ, ഇതാണ് കേട്ടോ നമ്മൾ നിന്നൊരു ഏരിയ. അത്ര സെറ്റപ്പ് ഒന്നും അല്ല. ഇവിടെയൊക്കെ ഹോസ്പിറ്റലുണ്ട്. ഇതൊക്കെ ഇന്നലെ മൈക്കിളിനെ കൊണ്ട് പോയതാണ്. 24 hours എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഇവിടെ ഒന്നും ഡോക്ടറും സംഭവമൊന്നുമില്ല. ഇവിടെ ഈ ഒരു ചുറ്റുവട്ടത്തിന് 5 ഹോസ്പിറ്റലുണ്ട്. നീ 5 ഹോസ്പിറ്റലിൽ പോയിട്ടും ഒരു രീതിയിലുള്ള കാര്യം ഉണ്ടായില്ല. ഇവിടെ ഒരു MSSന്റെ ഒരു കൊറിയർ സർവീസും പരിപാടിയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ഇന്നലെ നിന്ന ലോഡ്ജ്. ഹോട്ടലല്ല, ലോഡ്ജാ. ഈ ലോഡ്ജ് ഹോട്ടലും തമ്മിൽ എന്താണ് വ്യത്യാസം? അവിടെ പൈസ കുറവായിരിക്കും. അത്യാവശ്യം 3 വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. 3 വണ്ടി ഉണ്ടായിരുന്നു. അതിൽ ഒരു വണ്ടി പോയി. ഇപ്പം ഞങ്ങളുടെ വാഹനം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കാണുന്ന വഴിയിൽ കൂടിയാണ് കൊടൈക്കനാൽ പോകേണ്ടത്. ഇപ്പൊ സമയം എത്രയാണ് ലിബിയ? 9:50. 40 മിനിറ്റ് ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി. എല്ലാരും ക്ഷമിക്കണം. അതെ, വിനീതമായി. നോക്കാം. 9:10 എന്നടാ സർക്കസ് ആയിരുന്നു കേട്ടോ.
ഇന്നലെ എല്ലാരും പേടിച്ചു വിറച്ചു പോയി ഇവന്റെ ഒരു ഒറ്റ കാർച്ച നിൽക്കുന്നുണ്ടോ? കൊതു കുത്തിയതായിരിക്കും പപ്പേ? വയറുവേദനയായിരിക്കും. ഈ കാണുന്ന ഇവിടെ നിന്ന് അപ്പനും അമ്മയും അഭിരാമിയും മൈക്കിളും കൂടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നു. ഇതുവരെ കഴിഞ്ഞില്ല, അതൊരു വലിയ പ്രോസസ്സാണ്. ഞങ്ങളിവിടെ കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ. ഇനിയിപ്പോൾ കുറച്ച് സാധനം മേടിക്കട്ടെ. ഇതൊരു ഹോൾസെയിൽ കട. നമ്മൾ വണ്ടിയുടെ വെള്ളം നോക്കണം കേട്ടോ. ഞങ്ങൾ പൊതുവേ നോക്കാറില്ല, എങ്കിലും നോക്കിയാൽ. വലിയ കുപ്പി വെള്ളമില്ലേ? ഒരു തുള്ളി വെള്ളമില്ല. ഇതെങ്ങനെ പൊക്കുവാണോ? ഇതെങ്ങനെ പൊക്കുവാണോ? തിരിച്ചിട്ട് പൊക്ക്. എങ്ങനെയാ? രണ്ടിലും ഇല്ല. പൊക്കട ദേവി. ഇല്ല, പൊങ്ങുന്നില്ല. പൊങ്ങുന്നില്ലെന്നോ? പപ്പ ഇവന് പൊങ്ങുന്നില്ലെന്ന് ഞാൻ എന്നാ പറയാനാ? ഇത് പൊങ്ങുന്നില്ലപ്പാ. ഒന്ന് പൊക്കിക്കേ. പൊട്ടിപ്പോ. നീ അറിയാനോ ചെയ്യും. ഗൈസ് നോക്കൂ, എന്തായാലും വണ്ടിയുടെ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കട്ടെ. വെള്ളം ഉണ്ടോ ലിബി? ഇറങ്ങി പോവാണോ വെള്ളം? നമ്മുടെ കൂടുതലുണ്ടായിരുന്ന ഒരു വണ്ടി ഇറങ്ങി. നമുക്കും പോവാടോ ലിബിനെ. എല്ലാവരും ഒരു രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ പോവാ. ലോഡ്ജ് എടുക്കുന്നവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പോകുന്ന ആൾക്കാരാണ്. അതായത് അത്യാവശ്യത്തിന് വന്ന് അത്യാവശ്യം പെട്ടെന്ന് തെറിക്കുന്നവരാ. ഗൈസ് നോക്കൂ, എന്തായാലും നമുക്ക് ഇനി 100 കിലോമീറ്റർ 2.25 മണിക്കൂറേ ഉള്ളൂ കൊടൈക്കനാലിന്. അപ്പൊ നമ്മൾ നേരെ കൊടൈക്കനാലിന് പോവാണ്. കൊടൈക്കനാലിൽ പോയിട്ട് ഞങ്ങൾ എന്ത് കാണും? യെസ്, കൊടൈക്കനാലിൽ പോയിട്ട് നമുക്ക് കുറെ കാണാനുണ്ട്. ഞങ്ങളുടെ പഴയ ചരിത്രങ്ങൾ മൊത്തം ഇരിക്കുന്നത് കൊടൈക്കനാല്, കന്യാകുമാരി, രാമേശ്വരം ഏരിയകളിലാണ് അല്ലേ ലിബിനെ? അതെ, ഓർക്കുന്നില്ലേ? ലിബിനെ അവിടെ പോയിട്ട് നമുക്ക് റൗണ്ട് അവറോട്ടി പോണേ. റൗണ്ടില്ലേ? നോക്കൂ, ഞങ്ങളുടെ ചരിത്രങ്ങൾ മൊത്തം ഇരിക്കുന്ന അവിടെയൊക്കെ ആട്ടോ. ഈ കാണുന്ന ഈ ഒരു ഭാഗത്തൂടെയാണ് ഞങ്ങൾ ഇന്നലെ വന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ ഒരു 3 ബാറുണ്ട് കേട്ടോ. ഒടുക്കത്തെ തിരക്കെന്ന് വെച്ചാൽ ബാറിലൊക്കെ എന്നാ സെറ്റപ്പാ അവനെ. അതായത് സർക്കാരിന്റെ ബാറിൽ തന്നെ അവിടെ ഒഴിച്ചു കുടിക്കാനും അവിടെ തന്നെ ഇരുന്ന് കുടിക്കാനും എല്ലാ സെറ്റപ്പും ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അല്ലേടാ? എല്ലാ മനുഷ്യന്മാരും അല്ലേ ഇപ്പൊ ഇത് മടൽ കൊണ്ട് പോകുന്ന നോക്കി. ഇവിടെ ഹോട്ടലിലോട്ടൊക്കെ ഏറ്റവും കൂടുതൽ മടല ഉപയോഗിക്കുന്നത്. ഇത്രയും ദിവസം നമ്മൾ രാവിലെ 8 മണി 7 മണി 5 മണി ആ ഒരു സമയങ്ങളാണ് യാത്ര ചെയ്ത്. ഇന്ന് മാത്രം ലേറ്റ് ആയിപ്പോയി. പക്ഷെ രാവിലെ യാത്ര ചെയ്യുന്ന അസുഖം വേറെ ഒന്നിനും കിട്ടും. നമ്മൾ പോകുന്ന 2 വരിപ്പാതയെ കൂടെ കേട്ടോ. ഏറ്റവും കൂടുതൽ ബൈക്കുകളാണ്, വലിയ വാഹനത്തിൽ കൂടുതൽ ബൈക്കാട്ടോ. ഫൈനലി ഹൈവേ കയറി നേരെ പോയ പൊള്ളാച്ചി. പക്ഷെ അത് റോഡ് ക്ലോസ് ചെയ്തിട്ടൊക്കെ കേട്ടോ. ബൈക്കുകൾ മാത്രമേ പോകുന്നുള്ളൂ. നമുക്ക് തിരിഞ്ഞാണ് പോകേണ്ടത് കൊടൈക്കനാലിന്. പളനി വഴിയാണ് നമ്മൾ പോകുന്നത്. പളനി വഴിയാണ് കൊടൈക്കനാലിന് പോവുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിസിക്ക് കഴിച്ച് നോക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മള് പോണ്ടിച്ചേരി പോയില്ലേ വിസയ്ക്ക്? ആ റൂട്ട് അവിടുന്ന് അങ്ങോട്ട് നേരെ കയറും. ഇതുണ്ടോ ഈ കാണുന്ന? ഞാൻ മനസ്സിൽ പ്രത്യേകം ആലോചിച്ച് നമ്മൾ വന്ന ഒരു വഴി പോലെ നല്ല ഓർമ്മയുണ്ടല്ലോ. അന്ന് വന്നപ്പോ ഈ റോഡ് പൂട്ടിയിട്ടാക്കുമായിരുന്നു. ആണോ അഭിരാമി? ഓഹോ ആയിക്കോട്ടെ. ഫൈനലി ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വരാൻ നേരത്തെ വാഹനം നിർത്തി. ഇവിടെ ഒരു കിട്ടിയെല്ലാം കട കണ്ടു കേട്ടോ. ട്രഡീഷണൽ നാച്ചുറൽ സെറ്റപ്പുള്ള കട. എന്താണ് ഇവിടെ കഴിക്കാനുള്ളതെന്ന് എനിക്കറിയില്ല. എന്നാ സാപ്പിട എന്നാ കഴിക്കണം കേട്ടോ ഇവിടുന്ന്. അത് മറ്റേ ചോറ മതി. ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ട്. പൈസ ഇവിടെ നല്ല കിടിലം ദോശ അടിക്കുന്നു. എവിടെ ചെന്നാലും ഇല കേട്ടോ. നമ്മുടെ നാട്ടിലെ ഇലയ്ക്ക് പൈസ കൂടുതൽ. 5 രൂപ 3 രൂപ എങ്ങനെയല്ലേ ഇപ്പോൾ ഇലയ്ക്ക്? 3 രൂപ എങ്ങനെ കേട്ടോ. മൈക്കിൾ എല്ലായിടത്തും റേറ്റ് കൂടിയാണ്. ഹായ് മൈക്കിൾ കിട്ടി. ഏതാ മൈക്കാ? മൈക്കിൾ ഊരി എടുക്കും കേട്ടോ. ചട്നി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നു. ഇങ്ക ഇഡ്ഡലി ലിബിന് ഇവിടെ പോയി വാഴയില സെലക്ട് ചെയ്തെടുക്കണോടാ. ഇവിടെ ഇവർക്ക് വാഴയിലേക്ക് ക്ഷാമം ഉണ്ടാവില്ല കേട്ടോ. പൊടി ഇഡ്ഡലി എന്ന് വെച്ചാൽ മറ്റേ പൊടി പോലത്തെ സാധനം ഇടൂലടാ. രാമേശ്വരം ദോശ എന്നൊക്കെ പറയല്ലേ ആ സാധനം. ഇട്ടു ചമ്മന്തിപ്പൊടി ഇടൂല. ഊത്തപ്പം എന്നൊക്കെ പറഞ്ഞ എടാ ചമ്മന്തിപ്പൊടി ഒക്കെ നമ്മൾ കലക്കി കൊടുക്കൂലടാ ഹോട്ടലിൽ. ആ സാധനം അതായത് ചോദിക്കരുത്. അത് തന്നെ അങ്ങനെ എന്തൊരു സാധനം. അതല്ല വേറെ. നല്ല കിടിലൻ, നല്ല സൂപ്പർ, നല്ല ഇഡ്ഡലി, നല്ല സാമ്പാർ, നല്ല കരിയാപ്പലൊക്കെ. നല്ല ചട്നി കഴിക്കണേ. ഇങ്ങോട്ട് പലതരം നല്ല ചട്നികൾ കഴിക്കണേ. അടിപൊളി ചട്നിയാണ്. പക്ഷെ ഇങ്ങനെ കടയിൽ കയറണം. വലിയ കടയിൽ കയറിയിട്ട് കാര്യമില്ല. അവിടെ മറ്റേ ഇത് എന്നാ മറ്റേ അതിന്റെ പേരെന്നാ ഇവിടെ ഒരു പിന്നെ ഇതില്ലേ നമ്മുടെ മസാല ദോശയ്ക്ക് 160 രൂപ 150 രൂപ കേട്ടോ. എന്റെ അമ്മേ കടല അരിച്ചിടും ഈ ചട്നീൻ്റെ അകത്ത്. അടിപൊളി ചട്നിയുണ്ട് ഈ ചട്നി. എല്ലാരും എന്നിൽ നിന്ന് ഷെയർ അടിക്കും കേട്ടോ. അപ്പം കൊണ്ടുപോയി, കൊണ്ടുപോയി, മൈക്കിൾ കൊണ്ടുപോയി. ഷെയർ പണമെന്ന് പറയുന്നത്. ഈ കാണുന്ന തത്നാളി ചട്നി കൊള്ളാം. ഇത് കൊള്ളാം. ബോട്ടിൽ തന്നെ നീ എന്നെ പറഞ്ഞു? ഞാനോടത്ത് കുപ്പിയായിരിക്കും അവർ ഓർത്ത്. സൂപ്പറാണ്. നല്ല സൂപ്പർ ഫുഡ് കേട്ടോ. എന്നാടാ എല്ലാവർക്കും ഉള്ള നെയ് റോസ്റ്റ് വന്നു കേട്ടോ. അത്യാവശ്യം നല്ല കിടലിൽ നെയ് റോസ്റ്റ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ടോ. ഈ കറികളെല്ലാം അടിപൊളിയായിട്ട്. ഞാനൊരു വട മേടിച്ചു.
നല്ല പടേ. ഇതിന്റെ പേരെന്നെ പറഞ്ഞിട്ട് വന്നു. ഈ ഗീ റോസ്റ്റ് അടിപൊളിയാണ്. ഈ ചട്നിയാണ് ഇതിൻ്റെ അകത്ത് രസം. പിന്നെ ഈ സാമ്പാർ എന്ന് പറഞ്ഞാൽ പറയണ്ട, ഇതിൻ്റെ അത് ഫുള്ള് ഇതിൻ്റെ അകത്ത് എല്ലാ കറികളും അടിപൊളിയായി കേട്ടോ. എല്ലാവർക്കും സാധനങ്ങൾ കിട്ടി. ഞങ്ങൾ ഇനി കഴിച്ചിട്ട് ഇറങ്ങട്ടെ കേട്ടോ. കീട്ടിലും ഫുഡായിരുന്നു കേട്ടോ. പക്ഷെ ഒരു ഓംപ്ലേറ്റ് വെങ്കായം കുറച്ച് പറയാവുള്ളൂ കേട്ടോ, അല്ലെ മതിരിക്കും. ഓംപ്ലേറ്റ് ഞങ്ങൾ ഓംപ്ലേറ്റ് മേടിച്ചു, എല്ലാ സാധനവും. തമിഴ്നാട്ടിൽ ഓംപ്ലേറ്റ് ആണ്. ഓംപ്ലേറ്റ് പഞ്ഞി പോലെ ഇരിക്കും അല്ലേ. എന്തൊരു രുചികരമായ ഭക്ഷണമായിരുന്നു അറിയാവോ. നല്ല വളരെ സന്തോഷമായിട്ട് എനിക്ക് കടലിൽ അത് കിട്ടും അല്ലേ. നമ്മൾ ഇന്നലെ കയറിയ നല്ല അത്യാവശ്യം നല്ല അടയില്ലായിരുന്നു. ഇത് അത്യാവശ്യം നല്ല കിടിലം ഫുഡ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ബാ പോവാം ഗായ്സ്. നോക്കൂ, ഫൈനലി ഞങ്ങൾ വണ്ടി ഇവിടെ ഉണ്ട്. ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് പോവാട്ടോ. ഓ ഗായ്സ്, നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നല്ല കിടിലം 4 ലൈനിൽ കൂടെ നല്ല തെങ്ങും തോപ്പിന്റെ നടുവിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. എത്ര നേരം ഈ 4 ലൈൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. 7 കിലോമീറ്റർ. 7 കിലോമീറ്റർ. ഇത് പുതിയതാടി. ഇത് പല സ്ഥലത്തും ഓപ്പൺ ആയിട്ടില്ലടി. തെങ്ങിന്റെ ഓല അല്ലത്, അത് വിൻഡ് മെഷീനാ. അത്യാവശ്യം സ്പീഡിലാണ് വാഹനം ഓടുന്നത് കേട്ടോ. നല്ല കൺട്രോൾ ആട്ടെ വണ്ടിക്ക്. സുഖം. ഇത്ര സ്പീഡിൽ ഇങ്ങനെ ഒരു ബലൂണിന്റെ അകത്ത് നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ യാത്ര ചെയ്യില്ല. ഒരു വെയിറ്റ് ഉള്ള സാധനത്തില്, നല്ലൊരു വെയിറ്റ് ഉള്ള സാധനത്തെ യാത്ര ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ്. ഒരു പ്രത്യേക രസമായിട്ട്, പ്രത്യേകിച്ച് 2 വരി പാത കൂടെ ഓടിക്കാൻ വേണ്ടി വേറൊരു ഫീലിംഗ് ആട്ടെ വണ്ടിക്ക്. എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു ഈ വണ്ടി ഇത്ര സെറ്റപ്പുള്ള വണ്ടിയാന്നുള്ളത്. പണ്ട് ഞങ്ങൾ യാത്ര തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ യൂട്യൂബ് ചാനലിലെ വീഡിയോ ഞങ്ങൾ ഇട്ടുണ്ട്, ഞങ്ങൾ ടാറ്റ സഫാരിക്കാണ് പോകാന്നുള്ളത്. പക്ഷെ അന്ന് ഇത് വണ്ടിക്ക് നല്ല വില ഉണ്ടായിരുന്നു, നമ്മളെ കൊണ്ട് എടുക്കാനൊന്നും പറ്റൂലായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അന്ന് മുതലേ മനസ്സിൽ ഇങ്ങനെ കുറിച്ചിട്ട് ആഗ്രഹമായിരുന്നു ഈ വണ്ടി. അങ്ങനെയാണ് ഈ വണ്ടി ഞങ്ങൾ ലാസ്റ്റ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ മേടിക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ സ്ട്രോം മേടിക്കണമെന്നാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാവുന്ന അറിയത്തൊന്നുമില്ല. പിന്നെ എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടാറ്റ സഫാരി എടുക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ ഇത് പണി മുന്നിൽ കണ്ടിട്ട് എടുക്കാവുള്ളൂ. അതെ, പണിയൊന്നും വരും. അത്യാവശ്യം എല്ലാ വണ്ടികളും പണിതിട്ട വണ്ടികളാണ്. അതെ, അല്ല പണിയൊന്നും ഇല്ല അങ്ങനെയൊന്നും കണ്ടിട്ട് ഇത് എടുക്കരുത്. പിന്നെ ഇതിന് പാച്ചിന് ഇച്ചിരി എക്സ്പെൻസീവാ. അതേ ഉള്ളൂ. അങ്ങനെ പണി വരത്തില്ല. വന്നു കഴിഞ്ഞാൽ ഇത്ര എക്സ്പെൻസീവ് ആണ് വണ്ടിയല്ലേ. ഇത്ര നേരം വരെ 4 ലൈൻ ആയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ 2 ലൈൻ കയറി. എപ്പോഴും 2 ലൈനിൽ ഓടുന്ന ആ സുഖം 4 ലൈനിൽ കിട്ടൂല. എനിക്ക് ഏറ്റവും ഇഷ്ടം 2 ലൈനിൽ ഓടിക്കുന്നത്. നിനക്കോ? എനിക്ക് 1 ലൈൻ ഓടിക്കുന്ന ഇഷ്ടം. എനിക്ക് നാഗാലാൻഡ് പോലത്തുള്ള മണ്ണിട്ട് റോഡിൽ അതിലെ പോകുന്ന ഫീലിംഗ് വേറെ ഒന്നിനും പ്രൈവറ്റ് ബസ് ഒന്ന് നിൽക്കട്ടോ. കളറൊക്കെ അടിച്ച SRK തമിഴ്നാടിന്റെ ഏതോ പ്രൈവറ്റ് വണ്ടിയാണ്. എനിക്ക് തോന്നുന്നത് കൊടൈക്കനാലിൽ പോകുന്ന വണ്ടിയാന്ന് തോന്നുന്നു. രസമല്ലേ കാണാൻ വേണ്ടി. ഒരെണ്ണം ബേക്കി കിടന്ന് പൂരാലം പാട്ടോ. മൈക്കിൾ ബ്ലോഗ് ചെയ്യാൻ പോവാട്ടോ. മൈക്കിള് ബ്ലോഗ് ചെയ്യാൻ പോവാട്ടോ. എന്നാ മൈക്കിളെ അവന്റെ മോൻ കാണിച്ചില്ലല്ലോ, നിങ്ങള് മാത്രം എടുത്താ പോരാ. ഭയങ്കര അലമ്പാട്ടോ ചില സമയത്ത്. കനാലിനും ഇതുണ്ടോ? പക്ഷെ ഇത് സാധാരണ ഓടുന്ന ഡ്രൈവ് ചെയ്യാൻ. ഇത് വേറെ അങ്ങോട്ടോ പോകുന്നത്. അങ്ങോട്ട് നോക്കിയേ. ഇത് പളനിക്കുള്ള റെയിൽവേ മെയിൻ റൂട്ട് അങ്ങനെയാണല്ലേ. അതെ അതെ അതെ. ഇതെന്നാ? ഇത് കൊലയല്ല. ഇതെന്നാ? എന്തൊരു സാധനം കേട്ടോ. നമ്മളിപ്പോ ഫൈനലി നമ്മളിപ്പോ കറണ്ട് ലൊക്കേഷൻ പളനിയാട്ടോ. ഇതൊരു മൈക്കിൾ അവിടെ കൈകൊട്ടിലായിരുന്നു കേട്ടോ. പാവം മൈക്കിൾ. ഇവനെ എന്നെ സംബന്ധം വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ ഇവൻ പ്രശ്നമാണ്, അവന്റെ കൂടെ എടുക്കണം. നമ്മളങ്ങനെ കൊടൈക്കനാൽ റൂട്ടിൽ കയറി. അങ്ങും മേലിൽ നല്ല കിടിലൻ മലനിരകള്, നല്ല തണുപ്പാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. നിനക്ക് നമ്മുടെ ഇന്ത്യയുടെ കാലാവസ്ഥ എന്ത് വ്യത്യാസമല്ലേ. തണുപ്പ്, മഞ്ഞ്, ചൂട്, എല്ലാ സാധനവും ഉണ്ട്. അതിമനോഹരമായ ആകാശം, ഒരു കറുപ്പ കളറില് കണ്ടോ നമ്മുടെ പർവ്വതങ്ങളെല്ലാം നിൽക്കുന്നത്. അതിന്റെ അടിയിൽ പച്ചപ്പ്. പിന്നെ അങ്ങോട്ട് താഴേക്ക് നോക്കിയേക്ക് ചുമന്ന ഭൂമി. ഇങ്ങോട്ട് നോക്കിയേ, അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കേ. ദിണ്ടിക്കൽ പോയ നല്ല ദിണ്ടിക്കൽ ബിരിയാണി കിട്ടിയാണ് കേട്ടോ. കൊടൈക്കനാലിന് 65, കോയമ്പത്തൂർ 119. അപ്പൊ ഇവിടെ നിന്ന് 28 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് തിരിയുള്ളൂ. അപ്പൊ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് കൊടൈക്കനാൽ ലക്ഷ്യമാക്കി സഞ്ചരിക്കാം. ദില്ലിക്കെട്ട് ബിരിയാണി കഴിച്ചാലോ? സൂപ്പർ ആയിരിക്കും കേട്ടോ, സൂപ്പർ ആയിരിക്കും. എന്റെ അമ്മ പറയുന്നത് കേൾക്കുള്ളൂ. എന്റെ അമ്മ പോകണ്ട. ഈ കാണുന്ന വഴി കൂടെയാണ് നമുക്ക് കൊടൈക്കനാൽ പോകണ്ടേ. ഞങ്ങളുണ്ടല്ലോ ഈ ഒരു കിടിലൻ സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി. ഫുള്ള് പുളിമരോ, വാളംപുളി. പുളി ആർക്കെങ്കിലും ഉണ്ടോ? എന്നാ പുളിയാന്ന് പറയുന്നേ. ഒന്ന് ഞാൻ ബേക്കുന്ന ഈ വാളംപുളിയൊക്കെ ഒരു പെറുക്കിയിട്ട് ഉണക്കി നമുക്ക് തന്നേക്കും. ചില കാശ് കൊടുക്കണമെന്നുള്ളൂ, വെറുതെ തന്നേക്കൂല. ചില കാശ്
എന്തിയെ പനങ്കരിക്ക് എന്തിയെ ആ ഇല കണ്ടിട്ടാണോ അമ്മി പറഞ്ഞേ ആ തടി കണ്ടിട്ടാണോ അമ്മ പറഞ്ഞേ ഇതമ്മ വാളംപുളി ഇതേ പാപ്പ നമ്മൾ കുടംപുളിയല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ വാളംപുളി അങ്ങനെ ഉപയോഗിക്കാമല്ലോ നമ്പീഷൻ ഇല്ലാത്ത അടുക്കള ഇല്ല കോട്ടയം ഉപയോഗിക്കുന്ന കൊടംപുളി ഏറ്റവും കൂടുതൽ കുടംപുളി പിന്നെ കണ്ണൂർ നിങ്ങളേതാ വാളനല്ലേ ഞാനൊന്നും ഇടൂല തക്കാളി ഇട്ട് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ഇന്ത്യക്കാരനാണ് കുഴപ്പമില്ലല്ലോ പ്രശ്നം കഴിഞ്ഞു മൈക്കിളെ 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 നോക്കും ഫൈനലി ഞങ്ങൾ എല്ലാവരും നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് എത്തുവാണെങ്കിൽ നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് നേരത്തെ പോകണം ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്താം ബാ എന്നാ ബാ കയറി 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 ബാ തിരി വണ്ടി തിരി ആ പോട്ടെ അപ്പം തിരിയാൻ പറഞ്ഞപ്പോൾ ഗൈസ് നോക്കി ഞങ്ങൾ പോവാണ് നേരത്തെ പോവാണ് നമുക്ക് എന്ത് ചെയ്യാം അതായത് നമുക്ക് ബോട്ടിങ് അതുപോലത്തെ കുറച്ച് എനിക്ക് പനിക്കരിക്ക് ഞാൻ തരാം ഈ കരിക്ക് തരാം എനിക്ക് 10 രൂപ തന്നാൽ മതി ഏത് ഈ കരിക്കാ എന്നടാ അതിനാ രണ്ടിലേക്ക് വണ്ടി എടുത്തു കഴിഞ്ഞപ്പം നല്ല രസം എടി പുളി തന്നെയാടി ഫുള്ള് പുളി തന്നെ ആ പുളി തന്നെയാടി അഭിരാമി തളം കിട്ടുവാണ് നിനക്ക് മേടിച്ചിരാ കേട്ടോ അപ്പ തളം കിട്ടുമെന്ന് നോക്കണേ നെല്ലിക്കാത്തളം കൊച്ചന്തി അമ്മയുടെ കയ്യിലാണോ അങ്ങനെ എൻ്റെ ഈ കയ്യിലിരിക്കുന്ന മാങ്ങയാണ് ലോകത്തിലെ ഏറ്റവും രുചികരവും ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള മാങ്ങ ഇതിന്റെ പേരാണ് അൽഫോൻസ 400 രൂപയാ ഇത് നല്ല മാങ്ങ മോന് വേണോടാ നീലൻ മേടിക്കണോ 1 കിലോ ആയിട്ട് വാങ്ങാനോ കിലോ ആയിട്ട് മേടിക്കും ഇതെല്ലാം വാങ്ങാണല്ലോ നമുക്കിരുന്ന് ഇതെത്ര 150 അല്ലേ 80 അല്ലേ അൽഫോൻസ വേണോടി 1 കിലോ കൂടെ അപ്പന് ഇവിടെ ഒരു മാങ്ങ മുറിച്ചത് അത് കൊള്ളായിരുന്നു നീലം മാങ്ങ വേറെ കാര്യമുണ്ടോ ആ നീലം മാങ്ങ എങ്ങനെയുണ്ട് പപ്പേ ആ നല്ല അത് കുഴപ്പമില്ല കേട്ടോ നീലം മാങ്ങ നല്ല അടി പൈസ എടുത്തോണ്ടോ അമ്മ നമ്മൾ മാങ്ങ കഴിച്ചു ഞങ്ങൾ നേരെ ഈ കാണുന്ന വഴിയിലൂടെ നേരെ ഫ്രണ്ടിലേക്ക് കൊടൈക്കനാൽ പോവുകയാണ് മാങ്ങ മേടിച്ചു കൊടുത്തു വായ അടയ്ക്കുന്നില്ല ഇന്നലെ അവർക്ക് ചക്ക മേടിച്ചു കൊടുത്തു ചക്കയെ കുടുങ്ങി പോയത് അമ്മയാ ആ ഇവിടെ ചെക്കിംഗ് ഉണ്ട് കേട്ടോ ചെക്കിങ് ഇവിടെ എന്തോ കൊടുക്കണം പൈസ കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് പോലീസ് ആ ഇ പാസ് അടേ ഇവിടെ ഇ പാസ് വേണോടാ ഇ പാസ് വേണം കാണിക്കാ വരാമി ഇ പാസ് കാണിക്ക വണ്ടി മൊത്തം ചെക്ക് ചെയ്യുന്നു ആന്ധ്ര വണ്ടികൾ അടിപൊളി എല്ലാരും പിടിച്ചു നിർത്തി ഫൈൻ അടിക്കും കേട്ടോ ഊട്ടിയിലും കൊടൈക്കനാലും പോകുമ്പോൾ ഇ പാസ് വേണം അപ്പൊ അഭിരാമിയുടെ കയ്യിൽ ഇ പാസ് ഉണ്ടാവില്ല ഇ പാസ് കൊടുക്കാൻ ഇവിടെ വേറൊരു സാധനം ഇരിപ്പുണ്ട് ഞങ്ങളുടെ കുഞ്ഞു കഷ്ണം അമ്മയല്ലടാ അമ്മ പാസ് കൊടുക്കാൻ പോയേക്കുവാ എന്നടി പറഞ്ഞേ എല്ലായിടത്തും ചെക്കിങ്ങാ ഇ പാസ് വരുന്നത് നല്ലതാട്ടോ ഒരു കണക്കിന് പിന്നെ എത്ര പേര് പോയി ആരൊക്കെ പോയി എന്തൊക്കെ പോയി എന്നുള്ള ഡാറ്റ ഗവൺമെന്റ് സാധനം കയ്യിലിരിക്കും ശരിക്കും വിദേശ രാജ്യത്തൊക്കെ ഉള്ള നമ്മുടെ ഇവിടെയൊക്കെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ആക്കണമെന്ന് ഞാൻ പറയുന്നത് നീ നമ്മൾ ചുരം കയറാൻ തുടങ്ങി കേട്ടോ ഇനിയിപ്പം എല്ലാരും ഛർദി എല്ലാം തുടങ്ങും കൊടൈക്കനാൽ കയറിക്കൊണ്ടിരിക്കുക താഴോട്ട് നോക്കിയ ഡാം ഓ കിടിലൻ ഡാമിന്റെ വ്യൂ അന്യ വ്യൂ കേട്ടോ ഞങ്ങളുടെ വണ്ടി ഡാമുകളുണ്ട് കേട്ടോ ഞങ്ങളുടെ വണ്ടി പഴയതായതുകൊണ്ടും അവന് ഇച്ചിരി പ്രായം കൂടുതലുള്ളതുകൊണ്ടും ഞങ്ങൾ അതിൻ്റെതായ രീതിയിൽ മയത്തിലാണ് വാഹനം കയറ്റുന്നത് ഞങ്ങൾ പണ്ടൊരു വെഞ്ചർ ടാറ്റയുടെ ഇവിടെ കയറ്റിയതിൻ്റെ ക്ഷീണം ഞങ്ങൾക്ക് 4 കൊല്ലം മുമ്പ് ശരിക്കും അറിയാം ഈ കാണുന്ന വളവിൽ കൂടിയൊക്കെ ഞങ്ങള് പുകവാറ്റി ശരിയല്ല ഞാൻ ഇപ്പോഴും ഓർക്കുന്നവര് ആ ഡാമിന്റെ വ്യൂ നോക്കിയാൽ എന്ത് രസം നോക്കിയാ താഴെ തെങ്ങിൻ തോക്കും തെങ്ങിൻ തോക്കല്ല തെങ്ങിൻ തോപ്പ് ആ തെങ്ങിൻ തോപ്പും ആ പാടവും ആ കൃഷിപ്പാടവും അതെല്ലാം നല്ല രസമുണ്ട് ലിവിനെ നമ്മളിപ്പോ ഇങ്ങനെ ഹെയർ പിൻ ചെറുതായി കയറി തുടങ്ങിയതേ ഉള്ളൂ ഏതാണ്ട് ഒരു 2 മണിയോടുകൂടി നമ്മൾ കൊടൈക്കനാൽ എത്തും
നമ്മളൊരു 2-3 ദിവസം കൊടൈക്കനാൽ ഉണ്ടാവും. നമ്മൾ മന്നമന്നൂർ, പൂമ്പാറ അങ്ങനെയുള്ള ഏരിയകളൊക്കെയാണ് പോകുന്നത്. നമ്മൾ ഇന്ന് ചിലപ്പോൾ ലേക്ക് സൈഡിലൊക്കെ പോയിട്ട് ഇന്നൊരു സ്റ്റേ ചെയ്യും. നാളെ നമ്മൾ മന്നമന്നൂർ, പൂമ്പാറ അവിടെയൊക്കെ ഇവരെല്ലാം കാണിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീണ്ടും നമ്മൾ കന്യാകുമാരിക്ക് പോകും. അങ്ങനെയാണ് നമ്മുടെ പരിപാടി. അങ്ങനെ നമ്മൾ ഹെയർ പിൻ കയറിക്കൊണ്ടിരിക്കാം. നിങ്ങളെല്ലാവരും വളരെ സന്തുഷ്ടവാന്മാരാണോ? പപ്പ ഇപ്പോഴേ ഉറങ്ങി. എടാ പപ്പ ഉറങ്ങി. പപ്പ കൊടൈക്കനാൽ കണ്ടിട്ടുണ്ടോ? 3 എന്നിട്ടാണോ കണ്ടില്ല എന്ന് പറഞ്ഞ? മമ്മി ആദ്യമായിട്ടാ. അഭിരാമി കൊറേന്ന് പറഞ്ഞ എത്ര പ്രാവശ്യം വന്നു കാണും? 3-4 പ്രാവശ്യം അല്ലേ? ഗൈസ് നോക്കിയില്ല, എന്റെ അമ്മ മാത്രമേ കാണാത്തുള്ളൂ. അപ്പം നിങ്ങൾ മന്നമന്നൂരും പൂമ്പാറൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അവിടെ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇപ്പൊ ഇവര് കാണാൻ സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പൂമ്പാറ പോയി കഴിഞ്ഞാൽ അറിയാമോ? ഇതിലിങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ വേണ്ടി പെതിയെ ഓടിച്ചു പോകണം. വലിയ സ്പീഡിൽ പായിച്ച് കയറി ഇറക്കിയിട്ട് കാര്യമില്ല. ഇതിലെ പെതിയെ പോകുന്നതിനാണ് സജസ്റ്റ് ചെയ്യാറ്. നല്ല രസമായിരിക്കും. ആകാശം പിടിച്ച് തിന്നാൻ വേണ്ടി തോന്നുന്നവന് നോക്കി വലിയ വെള്ളച്ചാട്ടം. അവന് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോടാ. എത്ര ചാടി വരുന്ന 1, 2, 3, 4 വെള്ളച്ചാട്ടം. ഹിഡൻ വെള്ളച്ചാട്ടം. ഞങ്ങളുണ്ടല്ലോ നല്ല കിടിലൻ യൂക്കാലിസിന്റെ നടുവിലൂടെ നേരെ ഫ്രണ്ടിലേക്ക് യാത്ര ചെയ്യാണ്. ഈ കൊടൈക്കനാലിലുണ്ടല്ലോ അത്യാവശ്യം കുറെ കാണാനുണ്ടല്ലോ ദീപിയ. അതെ ഇവനെ ഏറ്റവും കൂടുതൽ മന്നമന്നു, പൂമ്പാറ അങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ കാണാനുള്ളത്. പ്രകൃതിപരമായ സെറ്റപ്പ്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഊട്ടി വന്നിട്ട് ആ റൗണ്ടിലുള്ള വെള്ളം കണ്ടിട്ട് ഇപ്പൊ എല്ലാരും അങ്ങോട്ടും പോകുന്നുണ്ടല്ലോ. ഇവന് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ അങ്ങോട്ടുണ്ട്. ഏറ്റവും കൂടുതൽ KL വണ്ടി ആട്ടോ. KL ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല അല്ലടാ. അത് പറഞ്ഞ കാര്യം. എന്തോര KL വണ്ടിയാ. ഇവനെ ഇങ്ങോട്ട് കേറി വരുന്ന വണ്ടി നീ ശ്രദ്ധിച്ചോ? ഇല്ല. ഒരു 10 KL വണ്ടി പോയാലും ഒരു തമിഴ്നാട് വണ്ടി പോകും. സത്യം. പണ്ട് ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ തങ്കപ്പൻ ആദ്യമായി ടെർബോ കംപ്ലൈന്റ് കാണിക്കുന്നത്. ഓർക്കുന്നുണ്ടോ? അതെ, ഇവിടെ വെച്ച ആദ്യമായിട്ട് നമ്മുടെ ഓവർ റേസിംഗ് ആയത്. അതേപോലെ പുക ഭയങ്കരമായിട്ട് തള്ളി. ഇതേ സ്ഥലത്ത് വെച്ചാണ് ആദ്യമായിട്ട് നമ്മുടെ കൂടുതൽ ഒരാള് കുറച്ച് പേര് സെൽഫി എടുക്കുന്നത്. ഓർക്കുന്നുണ്ടോ? അതൊരു ബസ്സിൽ ട്രാവലറിന് വന്ന ഒരു ഗ്രൂപ്പിലെ ആൾക്കാർ മൊത്തം ഞങ്ങളുടെ കൂടുതൽ സെൽഫി ഒക്കെ ആദ്യമായിട്ട് എടുക്കുന്ന സ്ഥലം ഇവിടെയാണ്. പിന്നെ അതേപോലെ ഇവിടെ വെച്ചാണ് ടാറ്റ വെഞ്ചർ കംപ്ലൈന്റ് തുടങ്ങിയത്. ഇനി അങ്ങോട്ട് ചരിത്രമാട്ടോ. ഞങ്ങളുടെ ചരിത്രം ഉറങ്ങുന്ന സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഞങ്ങൾ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് കിടന്ന ലേക്കിന്റെ ഭാഗമൊക്കെ കാണിച്ചു തരാം കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ട്. നല്ല തിരക്കാട്ടോ. അതങ്ങനെയാടി. ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വണ്ടികളാട്ടോ. അതായത് കേരള വണ്ടി അല്ലേ? ഒറ്റ വിദേശിയില്ല. ഗൈസ് നോക്കൂ, നമ്മളൊക്കെ വേറെ ഏത് രാജ്യത്ത് ചെന്നാലും എന്തോ ഒരു വിദേശികളൊക്കെയാണെന്ന് അറിയുമോ? നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ വളരെ കുറവാ. ഇന്ത്യയുടെ പവർ എന്താണെന്നറിയോ? ഒരു വിദേശി പോലും ഇന്ത്യ വരേണ്ട കാര്യമില്ല. ഇന്ത്യക്കാർ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് അവിടെ ഭയങ്കര ടൂറിസത്തിന് ഭയങ്കര ഇതുണ്ട്. അതാണ് ഇന്ത്യയുടെ പവർ. മറ്റുള്ള രാജ്യം എന്ന് വെച്ചാൽ വേറുള്ള രാജ്യത്ത് നിന്ന് ആള് വന്നില്ല, അത് പോയി. ഇവിടെയൊക്കെ എത്ര രൂപ കൊടുക്കണ്ടെന്ന് അറിയത്തില്ല. ഇതിന്റെ മേലല്ലേ ഒരു വെള്ളച്ചാട്ടം ഉള്ള അല്ലേ? ഇതിന്റെ മേലൊരു വെള്ളച്ചാട്ടം ഉള്ള. ഇതിന്റെ തൊട്ട് വേണ്ട ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. എടാ ഇത് വമ്പം കളിയാണല്ലോ അയാൾ കാണിച്ചേക്കുന്നത്. അയാളുടെ വണ്ടിയുടെ ബേക്കില് പിന്നെ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. എന്തൊട്ടിച്ചിട്ടുണ്ട്? ഗ്ലാസ്. ആരെങ്കിലും ശ്രദ്ധിച്ചോ? മിറർ ഒട്ടിച്ചേക്കുന്ന 3 നമ്മള് ഡിമ്മും ബ്രൈറ്റ് വിട്ടില്ലേ ഉണ്ടല്ലോ തിരിച്ചടിക്കാനല്ലേ. ഓ ഗായ്സ്, ഇവിടെ എവിടെ വന്നാലും പാസ് ചോദിക്കുന്നുണ്ടല്ലോ അവനെ. എന്തുകൊണ്ടാണ്? ഇവിടെ ഉണ്ടല്ലോ ഇ പാസ് കാണിക്കണം. പിന്നെ പ്ലാസ്റ്റിക് അതുപോലത്തെ സംഭവമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അത് തന്നെ അല്ലേടാ? അതന്നെ പോലാ. താങ്ക് യു. പൊക്കോളാൻ പറഞ്ഞോണ്ടോ? പോകലാം. ഇതേ ടോളുണ്ട്. അടിപൊളി. നമ്മുടെ ടോളിൽ പൈസ ഉണ്ടെന്നും വെൽക്കം ടു 60 രൂപ. വളരെ പൈസ കുറവ് കേട്ടോ. വെരി ചീപ്പ്. അതായത് ഈ ചൈനയിലൊക്കെ ഇല്ലേ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലം കാണാൻ അവിടുത്തെ 500 രൂപ, 1200 രൂപ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ. എന്ത് വലിയ വെള്ളച്ചാട്ടം. ഗൈസ് അത്യാവശ്യം വലിയ വെള്ളച്ചാട്ടം. പിന്നെ കോണിരിപ്പുണ്ട്. കോണ് എത്തിയിരിക്കുകയാണ്. മമ്മി ഇതാണ് കൊടൈക്കനാൽ. ഇതാണ് നമ്മൾ ആദ്യം കയറി വരുമ്പോഴുള്ള ലേക്ക്. അല്ല ലേക്കല്ല, വാട്ടർഫോൾസ്. ഗൈസ് നോക്കൂ, അത്യാവശ്യം നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ കർണാടകക്കാരും പിന്നെ അതേപോലെ തന്നെ ആന്ധ്രക്കാര് അതുപോലെയുള്ള ആൾക്കാരാണ് കൂടുതൽ. നമ്മുടെ KL വണ്ടികളൊക്കെ ഇവിടെ നിർത്തുന്ന അത്ര കൂടുതലല്ല, വളരെ കുറവാണ്. ഇഷ്ടംപോലെ കച്ചവട സ്ഥാപനങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള കച്ചവടവും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കാണാം. ഞങ്ങൾ കുട്ടിക്കൊണ്ടും വരും അല്ലേ? കണ്ടോ പപ്പേ? കണ്ടോ? പൊന്നെ കോടമഞ്ഞുണ്ടോ?
അടിപൊളി. കേട്ടോ ചോദിച്ചു പപ്പ കണ്ടത് കടയിലുള്ള സാധനങ്ങളാ. പപ്പേന്റെ അടിയുണ്ടേ. പപ്പ ആ കടയിലുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. ഞാൻ മഞ്ഞ കണ്ടെന്ന് പപ്പയോട് ചോദിച്ചേ. പപ്പേനെ കണ്ടേ അതുപോലത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ ആടാ. വോ അപ്പന് ക്യാരറ്റ് അപ്പൊ കുഞ്ഞു പിള്ളേരെ പോലെ കിടന്ന് കരയുക. അപ്പന് കോണ കോണ് വേണോ അപ്പൊ? ഇവിടെ കേട്ടില്ല. അതാ ഞാൻ പറഞ്ഞ ഇനിയില്ല വണ്ടി പപ്പയോട് ഒരു പ്രാവശ്യം ചോദിച്ചു. പപ്പയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു. പപ്പയ്ക്ക് ഇത് ക്യാരറ്റും ഇത് മേടിച്ചതെന്ന് ഞാൻ വിചാരിച്ച. കൊച്ചേ എനിക്ക് മറ്റേ ഇത് വേണോ, മറ്റേ എന്താ പറയാ നമ്മള് ക്യാരറ്റ് അല്ല വെച്ച നമ്മള് എപ്പോഴും തിന്നുന്നത് എന്നതാ കോണ്. അതിന് മലയാളത്തിൽ പറയുന്നത് എന്നാ പറയുന്നത്? ചോളം. ചോളം വേണോ അപ്പന്? ചോളം അമ്മയ്ക്ക് വേണോ ചോളം? എന്നെ സംഭവം വെച്ചാല് മമ്മിക്കും പപ്പയ്ക്കും കൂടെ അല്ല, മമ്മിക്ക് 3000 രൂപയും അപ്പന് 3500 രൂപയും കൊടുത്തു. നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോന്നും പറഞ്ഞ് അവര് സന്തോഷത്തിൽ. എന്നാ പിന്നെ ഒരു വഴിക്ക് പോവല്ലേ? അല്ലല്ല ഒരു വഴിക്ക് പോവല്ലേ, ഒരു ബലത്തിന് കയ്യിലിരിക്കട്ടെ എന്ന്. എവിടെയും ചെന്നിറങ്ങാൻ നേരത്ത് അപ്പൊ ഒരു 2000 രൂപ, ഒരു 1000 രൂപ, ഒരു 500 രൂപ സംഭവം തീർന്നു. മമ്മിയുടെ പറ്റിയോ അമ്മ? അപ്പനെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. അപ്പൻ്റെ മൊത്തം തീർന്നു. എപ്പോ അപ്പൻ അവരുടെ കടയിലിറങ്ങും യൂക്കാലി നോക്കിയോ പപ്പ? യൂക്കാലി മരങ്ങൾ നിൽക്കുന്ന നോക്കിയേ. ഇത് യൂക്കാലിസ് അല്ലേ? കൊടൈക്കനാൽ ഇഷ്ടം പോലെ സംഭവം കാണാനുണ്ടോ. എനിക്ക് തോന്നുന്നു ഊട്ടിയിലും കൂടുതൽ ഈ ഊട്ടിയിലും കൂടുതൽ കാണാനൊക്കെ ഉള്ളത് ഏറ്റവും കൂടുതൽ കൊടൈക്കനാൽ. ഏറ്റവും കൂടുതൽ ആൾക്കാരും വരുന്ന കൊടൈക്കനാലാ. ഓ നോക്കിയേ എന്ത് രസമാണ് ഗൈസ്. ഒരു 15 ദിവസം ഞങ്ങള് കുഷ്കയും പിന്നെ പൊറോട്ടയൊക്കെ ഒരു ചെറിയൊരു തട്ടുകടയാണ്. ഞാൻ പോകുന്ന വഴി കാണിച്ചു തരാം. ഞങ്ങള് ഇവിടെ ജീവിച്ചപ്പം അവിടെ നിന്നൊക്കെയാണ് ഭക്ഷണം കഴിച്ചത്. ഞങ്ങളുടെ വണ്ടി കംപ്ലൈന്റ് ആയി കിടന്ന സമയത്ത് അതൊക്കെ പോകുന്ന വഴിക്കാണ്. നോക്കി 20 രൂപ തോന്നല്ലേ പുഷ്കയ്ക്ക്? അന്ന് ഞങ്ങള് 4 വർഷം മുമ്പല്ലേ ഗൈസ്. നോക്കൂ, അന്നൊക്കെ ഇതിൽ തെണ്ടി തിരിഞ്ഞ് വെറുതെ നടക്കും. ഇതാ ഈ ഗ്രാമത്തിലൊക്കെ നടന്നു പോയി വീഡിയോ എടുത്തൊക്കെ ഓർക്കുന്നുണ്ടോ? പിന്നെ നമ്മൾ 3 വീഡിയോ 2 വീഡിയോ എന്നൊക്കെ പറഞ്ഞു എടുത്തു ഗൈസ്. നോക്കൂ, അങ്ങനെയൊക്കെ ഞങ്ങള് കൊറേ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അന്ന് ഞങ്ങളുടെ ആ ഒരു തുടക്ക കാലഘട്ടങ്ങളില്. റൂം എടുക്കാ 5 പേര് ഇருக்கு. 5 പേര് ഒരു റൂമാ പോതുമാ സാർ? ഒരു റൂമാ? എത്ര റൂം സാർ വേണം? 2 റൂമിന് എത്രയാവും சார்? 2 4 பெட் எடுத்துக்கிறீங்களா? 2 4 பெட் பக்கத்து ரூம் எடுத்துக்கிறீங்களா? அந்த மாதிரி எடுத்தீங்கன்னா வந்து உங்களுக்கு ஒரு 5 ரூபாய் வரும் சார். 5000 ரூபாய்? ஆமா சார். லக்ஸரி ஹோட்டலா சார்? நார்மல் ஹோட்டல் தான் சார். லக்ஸரினா நீங்க வந்து ஒரு ரூம் 3000 எடுக்கணும் சார். 2 ரூம் 6000 இருக்கு சார். இந்த நல்ல വ്യൂ പോയിന്റോட നമുക്ക് നോക്കാമല്ലോ. പിന്നെ നമ്മൾ ബ്രസീലിലെ സാവോപോളയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ചേരി ഉണ്ടല്ലോ ലിവിനെ, ഒരു സെയിം ലുക്ക് ആട്ടോ. ഒരു പ്രത്യേക പീസ്ഫുൾ ഏരിയ സാവോപോളയല്ലേ അത്. അതിന്റെ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. നമ്മള് അമേരിക്കൻ, അതായത് നമ്മുടെ വണ്ടി ഓടിച്ചു പിന്നെ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എത്തുമല്ലോ. അപ്പോൾ ഒക്കെ നമ്മൾ ബ്രസീലൊക്കെ കുറേ നാളുണ്ടാവും കേട്ടോ. അതായത് ലാറ്റിൻ അമേരിക്ക, അർജന്റീന ഒക്കെ അല്ലേടാ ലിബിയ? അർജന്റീന, പെറു, ചില്ലി അങ്ങനെയല്ലേ നമ്മളെ റൂട്ട് പോകുന്നത്. അതെ. ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച്. ഇവിടെ ഒരു ചെറിയ അങ്ങോട്ടടാ ഇത് കണ്ടോ, അങ്ങോട്ട് അവിടെയല്ല. അതാടാ അവിടെയായിരുന്നു, ആ മേളിലായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്റെ ഓർമ്മ എന്ന് വെച്ചാൽ ഇതിന്റെ ഇടയ്ക്കാ. അല്ല ലിബി, അതെ ഇവനെ തോന്നുന്നല്ലേ? അതെ, ഇതിന്റെ ഇടയ്ക്കാ. ഇതിന് മുന്നിൽ തന്നെ ഒരു ചിക്കൻ കടയുണ്ട്. ഇതാ ഞാൻ പറഞ്ഞു, ഇത് ഫുഡ് സ്ട്രീറ്റ് ആട്ടോ. ലോക്കൽ ഫുഡുകളൊക്കെ രാത്രി ആകുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം. രാത്രി വരാല്ലോ ലിബിനെ. ഇത് ഹോട്ടൽ. ഇതാ ഹോട്ടൽ. എല്ലാമേ ഇരിക്കടാ, പൊറിച്ച് ഇരിക്ക. അത് തന്നെ അവന്റെ ചിക്കൻ കട 2 ഇരിക്കാം. ഇത് നോക്കി, ബൈസിക്കിള് എന്നാ വലുതാണ്. വലുപ്പം നമ്മുടെ വണ്ടിയിലും വലുതാപ്പാ. ഒരു ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി വന്നാ കേട്ടോ. ഇവിടെ റൂം എടുത്തിട്ട് ചഴിച്ചപ്പെട്ട് വന്നാ. ഇവിടെ ഉള്ളമാരാണല്ലോ. നോക്കിയേ ടൗണിൽ കൂടെ. എന്റെ ദൈവമേ, അജാന ബാബു ആട്ടോ. അജാന അപ്പേ. മേള് മൊത്തം കാപ്പി കളറ്, കാല് മൊത്തം വെള്ള കളറ്. ഇവിടെ ഇഷ്ടം പോലെ സാധനം ഉണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. പേടിയാടാ ആൾക്കാർക്ക്. ഇതിനെ ഉപദ്രവിക്കുകയോ ഇതിനെ ഒന്നും നമ്മള് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കരുത് കേട്ടോ. അതെങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് പോകണം.
എല്ലാരും വണ്ടി ഒതുക്കി കേട്ടോ. നമുക്ക് എടുത്ത് നോക്കാം. കൊടൈക്കനാലിലെ ബ്ലോക്ക് നോക്കിയേ, എന്നാ ബ്ലോക്ക് അവനെ. എനിക്ക് കേറിയില്ല അതിന്റെ പ്രതി ഇത്രയും ബ്ലോക്ക്. മെയിൻ റോഡാന്ന് തോന്നുന്നേ, മെയിൻ റോഡാന്ന് തോന്നുന്നേ, അതുകൊണ്ടായിരിക്കും ഇത്രയും ബ്ലോക്ക്. നമ്മുടെ അവിടെ വീക്കെൻഡ് അല്ലേ ലിവിനെ, അതുകൊണ്ട് നല്ല രീതിയിലുള്ള ആൾക്കാർ. അല്ല, നമ്മുടെ അവിടെ നിന്നൊക്കെ വരുന്ന ഇങ്ങനത്തെ വണ്ടി നിർത്തിന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇത് ടീന്റെ വണ്ടിയാവനെ. ഇന്റർസ്റ്റേറ്റ് ടി എൻ രജിസ്ട്രേഷൻ കുഴപ്പമില്ല. കയ്യില് വണ്ടികൾക്കൊക്കെ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറയുന്നത് കേട്ടു, അറിയില്ല അല്ലേ ഇവനെ. ഇവരൊക്കെ ഊട്ടിയിലെ ഈ മറ്റേ എന്താ പറയാ റൂം ഏജന്റുമാരാണ്. ഇവരുടെ അടുത്താണേല് റൂം ഉണ്ടാവും ഇഷ്ടം പോലെ. ഞാൻ ഓൺലൈനിൽ ഈ ലോകരാജ്യങ്ങൾ എല്ലായിടത്തും പോയിട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രം നടക്കുന്നില്ല. അതെന്നാന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു മോർ കമ്മീഷൻ ആണെന്ന് തോന്നുന്നു. മോർ കമ്മീഷൻ അതുകൊണ്ടായിരിക്കണം അങ്ങനെ വരുന്നത്. ഓ ഫൈനലി അങ്ങനെ നമ്മൾ ഹോട്ടലെടുത്തു. ഈ കാണുന്നതാണ് നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ. ഗൈസ് നോക്കൂ, എൻ്റെ ഓൺലൈനിൽ ഒരു പരിപാടി ഇവിടെ നടക്കുന്നില്ല. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇനി സാധനങ്ങൾ ഓരോന്നായിട്ട് എടുക്കണം. അപ്പം എവിടെ നിന്നാണ് ഇതൊപ്പിച്ചേ? ഇതെന്ന് മേടിച്ചോ? ഓ അടിപൊളി 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 സാധനം കേട്ടോ. എൻ്റെ പൊന്നെ, സ്കൈ നോക്കിക്കേ, എന്ത് രസം നോക്കിയേ. പക്ഷെ ഇങ്ങോട്ട് നല്ല മഴക്കാറാണ്. നാളെ നമ്മൾ പൂമ്പാറയിലല്ല പോകുന്നത്. പൂമ്പാറ പന്നമന്നൂർ പൂമ്പാറ ആ ഒരു ഏരിയ പോയിട്ട് നമുക്ക് തിരിച്ചല്ലേ. ഒന്നും പറയണ്ട. ഇറക്കാട്ടോ. ഇവിടെ ഹോട്ടൽ എടുത്തു 2500 രൂപയ്ക്ക് 5 പേർക്ക് സൂപ്പർ റൂം. ആരെ പൈസ ഇതുണ്ട് ഇവിടെ കാണുന്ന. ഇവിടെ ലെവലാക്കി നമ്മൾ മൈക്കൊക്കെ സെറ്റ് ചെയ്ത്. ഇന്നത്തെ ഉത്താർത്ത് ഞാൻ ഇട്ടു, ഇന്നത്തെ ഉത്താർത്ത് എന്റെ ഒറ്റ പരിശ്രമം കൊണ്ടാണ് ഈ ഇതെടുത്തത്. ഇവര് പോയിട്ട് എവിടെ കിട്ടിയില്ല, ഞാൻ കണ്ടുപിടിച്ചു. പല്ലിന് ഗ്യാപ്പ് ഉണ്ടാക്കാതിരിക്കാൻ എന്തെങ്കിലും ഇതാക്കുന്നുണ്ടോ ഫ്രണ്ടില്? ഒരു കുഴപ്പമില്ല. അതറിഞ്ഞാൽ മതി കേട്ടോ. ഓരോന്നായിട്ട് സാധനം നടക്കണം. മൈക്കിള് ഭയങ്കര അലമ്പാണോ മൈക്കിളെ? നീ ഇന്ന് പോണോ? എന്നെങ്ങോട്ടാ? മറ്റേ ലേക്കിലേക്ക് നാളെ പോയാൽ പോരെ? ഇന്ന് പോകണ്ടല്ലോ. ഗൈസ് നോക്കൂ, നാളെ പോകുന്ന നല്ലത്. നമുക്ക് നൈറ്റ് ഇറങ്ങാം. ഫുഡ് അപ്പന് തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ ക്ഷീണം, പിന്നെ ഞായറാഴ്ച റെസ്റ്റ് അല്ലേ അപ്പാ? ഞായറാഴ്ച റെസ്റ്റ്. ഇത് കണ്ടിട്ടാ ചേട്ടാ, ഇത് എന്ത് രസമാണ് സ്കൈ കാണാൻ വേണ്ടി. ലിവിനെ, എന്ത് രസം സ്കൈ കാണാൻ വേണ്ടി. സ്കൈ ഒരു വേറെ കാര്യമുണ്ട്. എന്നാ മോനെ, ഇതെന്നാ മെത്രാൻ എവിടുന്നാ കിട്ടിയത് ഉടുപ്പ്? മെത്രാൻകുഞ്ഞിന് എവിടുന്ന ഉടുപ്പ് കിട്ടിയേ? അങ്ങ് നടക്കുക കേട്ടോ, ഒരു ഇതൊന്നുമില്ല, അങ്ങ് പോവുക. ഒരു മുഖം മാറി കേട്ടോ, എടുത്തതിന് മുഖം മാറിയതാ. ഗൈസ് നോക്കൂ, വണ്ടിയിൽ നിന്ന് ലാപ്ടോപ്പ് സാധനങ്ങളൊക്കെ എടുക്കണം. എന്നിട്ട് നമുക്ക് എഡിറ്റിങ് കുറച്ച് പരിപാടി ഉണ്ട്. എന്തേ നിക്കറി കയറി പോയി നോക്കിയേ, പുതിയ പാഷനാവൂലും. ഇതെന്നാ ട്രെൻഡ് വരുമ്പോ നമ്മൾ എപ്പോഴും അംഗീകരിക്കണം. അപ്പൊ എന്നെ പറ്റി നമ്മൾ ഓടാൻ വേണ്ടി പഠിക്കണം. എന്നെ പറ്റി തപ്പേ ഇതെന്നെ കാണിക്കോ? ഇത് പൊക്കുന്നടി. എന്നൊക്കെ സർക്കസ് ആണ് ഈ കുഞ്ഞു കാണിക്കുന്നത്. നോക്കിയേ, അങ്ങ് പോവുക. നമ്മള് നോക്കിയില്ല പണിയാട്ടോ. അവന്റെ ഇഷ്ടത്തിന് ഓടാനാ. മാല തിരിച്ചിട്ടാ. ഇതന്നെ ഇങ്ങനെ ഇട്ടേക്കുന്ന മാല പുതിയ സ്റ്റൈലാ. കൊന്തൊക്കെ തിരിച്ചിട്ടേക്കും കേട്ടോ. എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം കേട്ടോ. ഇന്നത്തെ ഏറ്റവും സന്തോഷം ഇവനാ. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലമില്ലേ, ഇവിടുന്ന് അപ്രോക്സിമേറ്റ് ഒരു എനിക്ക് തോന്നുന്നു ഒരു 2 കിലോമീറ്റർ ഉള്ളൂ ലേക്കിലേക്ക്. പിന്നെ ബാക്കി പൂമ്പാറ അതൊക്കെ നമ്മൾ നാളെ കഴിഞ്ഞാൽ പോകുന്നത്. എന്തായാലും നമുക്ക് നേരെ റൂമിൽ കയറാം. രാത്രി ഫുഡ് കാര്യമുണ്ട്. ഇവിടുത്തെ റൂമല്ലെന്ന് വെച്ചാൽ 10 മണി to 10 മണിയാണ് ഇവിടുത്തെ ചെക്കിൻ ടൈം. 10 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം. അങ്ങനെയാണ്. നോക്കൂ, ഫൈനലി അഭിരാമി എല്ലാ സാധനവും എടുത്തു. ലാപ്ടോപ്പ് ബാഗ്, അതുപോലുള്ള സംഭവങ്ങൾ. ക്യാമറ ബാഗ് എന്തിനാ? അഭിരാമി കണ്ടോ അപ്പൻ്റെ ക്യാമറനെ കുറിച്ച്? മൊബൈൽ എൻ്റെ കയ്യില്. പപ്പേ, അപ്പൻ്റെ ക്യാമറനെ കുറിച്ച് പറഞ്ഞ മോൻ ഇളകിയതുണ്ടോ? കണ്ടോ? ഇതെന്നാ ഞങ്ങൾക്ക് ഇളകിയിരിക്കുക. ഞങ്ങൾ കമ്പ് കൊണ്ടുള്ള സർക്കസ്. പിന്നെ പോവാടാ, പോയേക്കാം. എല്ലാം എടുത്തോ അഭിരാമി? ഫോണുകളൊക്കെ ചാർജ് സംഭവങ്ങളൊക്കെ എടുത്തോ? എല്ലാം എടുത്തോ? അവിടുന്ന് ഞാൻ പറയരുത്, അതുകൊണ്ടാ. എടുത്തോ? ഗൈസ് നോക്കൂ, ഫൈനലി എല്ലാം എടുത്തു. വണ്ടിയുടെ 2 ഫീസ് കെട്ടാനുണ്ട്. ഞാൻ ആ വീട്ടിൽ നിന്ന് കാണിച്ച ചാർജറില്ലേ, അതെനിക്കറിയാമായിരുന്നു പണി തരുമെന്ന്. അതിൽ അറ്റത്ത് വെള്ളിയുള്ള സാധനം കുത്തി 2 ഫീസ് പോയി. ഇനി അത് കണ്ടുപിടിക്കണം. ഇത് നിന്റെ മേക്കപ്പ് സെറ്റ്.
കുളിക്കാത്തോട്ട് വേറെ ഒന്നും വേണ്ട. നിനക്ക് എന്നെ ഉണ്ടെന്ന് പറഞ്ഞ ഈഗോയോ? അല്ല ആ. അവരെ എടുക്കുമ്പോ ഈ കാലുമ്പോ ഇതൊക്കെ കേറും. നിന്റെ ചീപ്പാണ്. അയ്യോ നമ്മുടെ ചെറുപ്പം പൊട്ട സാധനം. നമ്മളെ ചെറുപ്പം വേറെ തരാം. ഇവിടെ അതാറ് തീർപ്പ നടക്കുന്നത് ആക്കിഷ്ടം. ഇതേപോലെ എണീറ്റ് പോകുന്നതിന് പിന്നെ എടാ കാല് പൊക്കി അവന്റെ മണികണ്ഠൻ അടിച്ച് പൊളിച്ചു കളഞ്ഞല്ലോ. എന്തൊരു കുസൃതിയെ കുട്ടി. ലിവിനെ ഒരു ബസ് ഇപ്പം വരുമെന്ന്. ആ ബസ് വരാനുണ്ട് ഇവനെ, അതുകൊണ്ട് ഇങ്ങോട്ട് ഫ്രണ്ടിലായിരുന്നു ആദ്യം പാർക്കിംഗ് തന്നെ. അപ്പോൾ ഒരു ബസ് വരാനുണ്ട്. അപ്പോൾ പിന്നെ വണ്ടി എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു രാത്രി ഞങ്ങൾ പോവും കറങ്ങാനൊക്കെ ആയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇത് അവിടെ തന്നെ പാർക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഇതാണ് എൻ്റെ ഫ്രണ്ടേജ് കേട്ടോ. ഇതാണ് ഹോട്ടൽ. ദൈവമേ എനിക്കും ഉണ്ടായിരുന്നു ഇതേപോലെ ബെൻസ്. ആ ബെൻസും കൊണ്ട് വരായിരുന്നു എന്ന് ഞാൻ പിന്നെ ചിന്തിച്ചു പോയി. കഴിച്ച് നോക്കി, ഇതാണ് ഹോട്ടൽ. നമ്മുടെ ബെൻസും കൂടെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആധാരം പണി നോക്കേണ്ടി വരും. ചോക്ലേറ്റ് ചോദിച്ചു, മേടിച്ചെന്നില്ല. ഞാൻ ക്യാരറ്റ് ചോദിച്ചു, മേടിച്ചെന്നില്ല. ഉണക്ക യൂട്യൂബറാണ് നിങ്ങൾ. ഒരെണ്ണം ഇനി അവിടുന്ന് കയറി വരണേ. ദൈവം കർത്താവിനോട് പ്രാർത്ഥിക്കണുണ്ടോ? വാ 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 കയറി വാ. പഴങ്കാലി വെച്ച് കയറി മൈക്കളെ. വാ നടന്നു വാ, കയറിപ്പോട്ടെ കയറിപ്പോട്ടെ. അങ്ങോട്ട് നേരെ പോട്ടെ. അമ്പോ ലിവിനെ ഇന്നിവിടെ ഫുള്ളാട്ടോ. അല്ലെന്നേ മൊത്തത്തിലേ അങ്ങനെ മൊത്തത്തില് റൂമെല്ലാം ഫുള്ളല്ലേ. ശനിയാഴ്ച ഞായറാഴ്ച ഒരിക്കലും ഇവിടെ വരരുത്. ഫുള്ളായിരിക്കും. കുട്ടിത്തേവാക്ക് ഇത് നടന്നു വരുന്നു. വാ 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 വാ. മടുത്തു കാലക്കെടുത്ത് വെച്ചിരുന്നേക്ക് ചെറിയ സപ്പോർട്ടൊക്കെ കൊടുക്കണം കേട്ടോ. ഇത് എനിക്ക് ഞാൻ പഠിപ്പിക്കുന്നത്. പപ്പേ റൂം മാറി കയറിയെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ റൂമിലോട്ട് കയറി. അവിടെ ചില്ലൊന്ന് റെഡിയാക്കാണ്ടോ കേട്ടോ നമ്മുടെ വീട്ടിലെ. വാ വിട്ടോടാ, പോവാൻ നോക്കാലോ. അതേ പോകുന്നു. ഇതാ കുട്ടിമെത്ര എന്താ തുള്ളി വരുന്നു. പോട്ടെ നമ്മുടെ അങ്ങ് അറ്റത്താ. അമ്പോ ഓട്ടം നോക്കിയേ എൻ്റെ പൊന്നെ. സന്തോഷം നോക്കി ഇറക്കും. പൊട്ടിക്കട എല്ലാ റൂമിലും ആളുണ്ട്. ഇങ്ങ താക്കോൽ അറിയില്ല തന്നെ. ഈ താക്കോൽ ഇവിടെ ഇടണം പപ്പേ. ആ ഒരു ഹോളിൻ്റെ അകത്തോട്ടിട്ട് കിട്ടില്ല റൂമാട്ടോ. കയറ് മൈക്കിൾ കയറ്. 2500 രൂപയ്ക്ക് കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ല റൂമാണ്. ഇവിടെ ബാത്റൂം സെപ്പറേറ്റ്. ഇതുണ്ടോ, ഇവിടെ ബാത്റൂമുണ്ട്. പിന്നെ ഇവിടെ ബാത്റൂം, ഇവിടെ പിന്നെ കുളിമുറി, പിന്നെ അതേപോലെ തന്നെ 5 പേർക്ക് കിടക്കാനുള്ള ബെഡ്, പിന്നെ ഇവിടെ വർക്കിംഗ് സ്പേസ്. പിന്നെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ മതിൽ കാണാം. പിന്നെ അതേപോലെ അങ്ങനെയുള്ള ഫാനില്ല. എടാ നല്ല റൂമാട്ടോ. ഇന്നലെ തന്നെ അപേക്ഷിച്ച് നോക്കാൻ നേരത്തെ ഫാൻ ഇവിടെ ഉണ്ടാവുമല്ലോ. ഊട്ടിയിൽ ഫാനില്ല. ഊട്ടി ഫാൻ കുച്ച് നെയ്യേ. നമ്മുടെ ബസ്സായിരിക്കും സെയിം ടി വി സോണിയുടെ. ബബാബ എങ്ങോട്ടാ പോകുന്നേ? എവിടെ പോകുന്നേ? ബബാബ് ഒളിഞ്ഞു നോക്കുക. ബബാബ് ഇതാ പോകുന്നു. എടി ഇതേ തള്ളുന്നടി. എടി നോക്കടി. പുഷപ്പ് അടിക്കോ കൊച്ച്? ഉയ്യോ സന്തോഷമായോ? ലിവിനെ പുഷപ്പ് അടിക്കുന്നതാ. ലിവിനെ ഇനി എടുത്തിങ്ങോട്ട് കയറ്റി വിട്ടാടാ. ഇപ്പൊ കാണാം. എങ്ങോട്ടാ? ഇതിന്റെ മേലിലേക്ക് കയറ്റിവിടാം. ഗൈസ് നോക്കൂ, മൈക്കിളിനെ ഞങ്ങൾ മേലോട്ട് കയറ്റി വിടുക കേട്ടോ. മൈക്കിൾ ഭയങ്കര അലമ്പ് തറയെ കിടന്ന്. പപ്പ ഇതിൻ്റെ അകത്ത് കയറി കേട്ടോ. പപ്പ ഇപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള പപ്പ. ഓക്കെ പപ്പ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. പപ്പ അതിൻ്റെ ഉള്ളിലുണ്ട്. കേറിക്കോ. മൈക്കിളിനെ അറിയാതെ ഇതിന്റെ ഉള്ളിൽ കയറ്റി കേട്ടോ. ഇത് റിമോട്ടും കൊണ്ട് പോകുന്നു. അല്ലേ? അതെ, ഇതെല്ലാം പൊളിക്കുന്നത് പുഷപ്പ് ചെയ്യുവാണോ? ഇതിന്റെ സ്വിച്ച് ബോർഡിന് നല്ല കേട്ടോ. സ്വിച്ച് ബോർഡൊക്കെ നല്ല. ഇത് 2500 രൂപയ്ക്ക് ഓൺലൈൻ ലാഭമല്ലേ? ഭയങ്കര ബർത്താണ് റൂം. അവിടെ നിർദ്ദേശങ്ങളും നിയമനിയമങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്നൊക്കെയാ ഇതെല്ലാം എഴുതി വെച്ചേക്കുന്നത് തമിഴ്. പ്ലീസ് ചെക്ക് ഔട്ട് ബിഫോർ ചെക്ക് ഔട്ട് ദി റൂം. ദി മാനേജ്മെന്റ് ഓഫ് അവർ വിൽ ബി നോട്ട് ബി റെസ്പോൺസിബിൾ ഫോർ എനി. എന്തെങ്കിലും സാധനം പോയാൽ പോയി മേലോട്ട് നോക്കി ഇരിക്കേണ്ടി വരുമെന്ന്. അത്രേ ഉള്ളൂ. സൂക്ഷിക്കണം. ഇന്നലത്തെ പോലെ ആകരുത്. ഇന്നലെ നീ എൻ്റെ ഹോട്ടലിൽ വെച്ചിട്ട് എൻ്റെ മൈക്കിൻ്റെ ഒരു സാധനം കാണാൻ വേണ്ടി നീ ലാസ്റ്റ് കൈ ഒഴിഞ്ഞു. കണ്ടില്ല, ഞാനും പോയത്. ആണോ? എൻ്റെ മോൻ ഇവിടെ ഇഷാണ്ണ വരച്ചോണ്ടിരിക്കുക കേട്ടോ.
ഏനാ രാത്രിയാകുമ്പോ ഓടണ്ടേ? ആണ് ഹോട്ടൽ കേട്ടോ. ഞങ്ങളെല്ലാം കൂടെ ചായ കുടിക്കാൻ വേണ്ടി വന്നു. എടാ ഇവിടെ നല്ല നൈറ്റ് ഫുഡ് കിട്ടും കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഏരിയ. ഫാമിലി ട്രിപ്പ് എന്ന് വെച്ചാൽ ഫുഡ് കുടി ഉറക്കം ഇത് തന്നെയാണ് ഫാമിലി ട്രിപ്പ്. മനസ്സിലായില്ലേ? എല്ലാരും കൈ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാരും കൈ അലിവിനെ സംഭവം ശരിയാ. രാത്രി നമുക്ക് ഇവിടുന്ന് ഫുഡ് ആക്കാം. നമുക്ക് ഇത് കണ്ടോ, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, പൊറാട്ട, ചായ, അതുപോലുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടുന്ന് കിട്ടും. ഫോൺ വിളിച്ച് കുറ്റം പറയുന്നത് അപ്പൻ്റെ പെങ്ങടെ മോളെ വിളിച്ച് കുറ്റം പറയാം കേട്ടോ. എന്തൊരു കഷ്ടം. സാധനങ്ങളുണ്ട്. മീന്, ചിക്കൻ, കാട, ലെഗ് പീസ്, കരള്, അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇത് മീന്, കരള്, ചിക്കൻ, അതുപോലെ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെയോ എന്നാ അതെ ഇവിടുന്ന് മേടിക്കാം. ഫൈനലി ഞങ്ങളൊരു കടയിലെത്തി. ഇവിടുന്നാണ് ചായ കുടിക്കുന്നത്. എന്നാ മൈക്കിള് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഈ ഫോട്ടോ കാണിച്ചെടുത്തപ്പോൾ അവനത് വേണമെന്ന്. അപ്പന്റെ നിക്കർ എന്ത് ചെയ്യാൻ? അപ്പം പേടിക്കണ്ട. അപ്പന്റെ മോനുണ്ട് ഞാൻ. അപ്പൻ എന്റെ ഏത് കാണാൻ നിങ്ങൾ ഇട്ട നിക്കറോ? നല്ല ഏലക്ക ഇട്ട് ചായ കിട്ടിയോ? എന്റെ മൈക്കിൾ മാത്രം പെട്ടുപോയി. എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പാവമുണ്ട് കേട്ടോ. അവനൊന്നും കൊടുക്കാത്ത നിങ്ങള്. ഇപ്പൊ തരൂടാ മൈക്കിളെ. നിനക്ക് എന്നാ വേണ്ടേ? കിട്ടിയോ? മതിയോ? സ്ലൈസ് മതിയോ? മൈക്കിൾ സ്ലൈസ് മതിയോ? സ്ലൈസ് മതിയോടാ? നീ കുടിച്ചേക്ക്. ഇപ്പൊ കിടന്ന് മമ്മ കുടിക്കുന്നില്ല. കാണിച്ചാ മതിയാ. ലിവിനോടാട്ടോ ഇവന് താല്പര്യം. കാരണം ലിവിനെല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട്. അവനോടാണ് താല്പര്യം. ഇവിടെ ഇഷ്ടമുള്ള പേസ്ട്രി ഐറ്റംസ് ഉണ്ട് കേട്ടോ. നല്ല കിടിലം മുട്ട പപ്സ്. ഞങ്ങളെല്ലാവരും 3 എണ്ണം വാങ്ങിച്ചു. നാട്ടിൽ കിട്ടുന്നല്ലേ ക്രീമിന് വേണോ ബിരിയാണി? നല്ല മുട്ട പപ്സ് വേണം. മേടിച്ചു. മൈക്രോവേവ് കഴിക്കുന്നുണ്ട്. ഒരു മുട്ട പപ്സ് എനിക്ക് വേണം. മേടിച്ചോ.